വെൽക്കം ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഈ സുഖത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്കൊരു ദുഃഖം വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര മരണ വാർത്തകൾ, ഡേ ബൈ ഡേ മരണ വാർത്തകൾ, അത് ഓരോ പെൺകുട്ടികളുടെ ജീവിത അനുഭവങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ എത്ര വിഷമം, എത്ര ദയനീയം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളാണല്ലോ നമ്മളുടെ ഇടയിലുള്ളവർ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം എന്നോട്ടല്ലോ ഇന്നും പ്രതികരിക്കാതെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് പേടിച്ച് കഴിയുന്ന എത്രയോ കുടുംബത്തിലെ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, എൻ്റെ അറിയാവുന്ന കുറേ കൊളീഗ്സിൻ്റെ ഇടയിൽ. എന്നിട്ടും ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയേക്കാം, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല, എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കുട്ടിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കുറേ ഒട്ടനവധി ആൾക്കാരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കുട്ടികളെ, ഇനിയെങ്കിലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. കാരണം ഉണ്ടല്ലോ ഈ ഹസ്ബൻഡുമാരുടെ ഫാമിലിയിൽ നമ്മൾ കല്യാണം കഴിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ കുറേ പേർ, ഒരു 90% ആൾക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, കെട്ടിക്കൊണ്ട് ചെന്ന വീട്ടിലെ പെങ്കൊച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിലെ വേലക്കാരിയാണ്, അവളെ എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നതാണ്. എന്നാൽ പോലും ഈ ആൾക്കാരെ സമ്മതിച്ചിട്ടാണോ ഈ കല്യാണം കഴിക്കുന്നത്? എന്നിട്ട് ഈ കെട്ടിക്കയറി ചെല്ലുന്ന പെൺകുട്ടി ഏതൊക്കെ ബുദ്ധിമുട്ടുകളാണെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ജീവിച്ച് ലാസ്റ്റ് ഒന്നെങ്കിൽ കൊലക്കയറിൽ തൂങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അവളെ അവൻ കൊല്ലേണ്ട വരും. ഇങ്ങനെ അല്ലെങ്കിൽ അവൾ നിത്യഭ്രാന്തിയായി തീരും. ഈ ഭ്രാന്തി ആ മാനസിക രോഗിയാക്കണമെങ്കിൽ അതിൻ്റെ കാരണക്കാരാരാണ്? ഈ കെട്ടുന്ന കെട്ടിയവന്മാരും ഇവരുടെ വീട്ടുകാരുമായിരിക്കാം. ഒരു 90% ആൾക്കാരുടെ ഇടയിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, നമുക്ക് ആസ് എ സ്ത്രീകൾ നമുക്ക് എന്തെങ്കിലും കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് പരിഹരിക്കാൻ നോക്കുക. നമ്മൾ നമ്മുടെ ഹസ്ബൻഡുമാരോട് ഷെയർ ചെയ്യുക. ഓക്കെ, അവർ അഡ്ജസ്റ്റ് ചെയ്ത് ലിസൺ ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം. നോ എന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം വെറും കോഞ്ഞാട്ടിയായി പോകും. നമ്മളെ ഉണ്ടല്ലോ ഇട്ട് തട്ടും. അത് കാരണം എന്തുണ്ടെങ്കിലും ബി ഫോർവേഡ്. എന്തുണ്ടെങ്കിലും നമ്മൾ ആരെയും പേടിച്ചും ജീവിക്കേണ്ട. ഇപ്പം നമ്മൾ ഒരു എത്ര പരിധി വരെ നമ്മൾ ഒരു മനുഷ്യനെ പേടിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റും? ഒരിക്കലുമില്ല. നമ്മൾ കുറേ ആൾക്കാരുടെ തെറ്റ് ധാരണകളാണ്. നമ്മൾ കുറേ പരിധി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകാം, മുമ്പോട്ട് പോകാം. അല്ല, എനിക്കൊരു കുഞ്ഞുണ്ടായി, ഓക്കെ, ഈ കുഞ്ഞ് ഉള്ളതാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകാമെന്ന്. എങ്കിലും ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയായിരിക്കില്ലേ? അത് കാരണം ഇവൻ ജോലി ഉള്ളവരാണെങ്കിലും ജോലി ഇല്ലാത്തവരാണെങ്കിലും നമ്മളെ കേൾക്കാൻ മനസ്സുള്ള ആരോടെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളൊന്ന് എക്സ്പോസ് ചെയ്ത് പറയുക, ഇന്നതാണ് എൻ്റെ അനുഭവങ്ങളെന്ന്. അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുക. എന്നിട്ടും ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഞാൻ ഉദ്ദേശിച്ച അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മരണം എന്ന ഒരു കൊലക്കയറിലേക്ക് പോകാനല്ല കേട്ടോ ഗൈസ്. നമ്മൾ ചിന്തിച്ച് തീരുമാനമെടുക്കുക. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒട്ടും പറ്റുന്നില്ല. ഓക്കെ, ഹസ്ബൻഡായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവരുടെ അഗ്രസീവ് ബിഹേവിയറുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ, നമ്മൾ മേലൂത്രം ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ടും പറയാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ബി ഫോർവേഡായി നമ്മുടെ പാരൻസിനോട് പറയുക, അടുത്ത ഡിവോഴ്സോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിക്കോളുക. അല്ലാതെ ഇതിനകത്ത് തടഞ്ഞുകൂടി നിന്നിട്ട് എത്ര കാലത്തോളം നമ്മളിങ്ങനെ സഹിക്കും? അത് കാരണം എല്ലാ ഫാമിലിയും ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ അനുഭവങ്ങൾ ഉള്ള കുട്ടികളോട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം 10, 30, 35 വയസ്സ് ഈ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലുള്ള പിള്ളേരിലാണ് ഈ സംഭവങ്ങളെല്ലാം ഈ ന്യൂസുകളിൽ വന്നത്. അത് കാരണം എനിക്ക് എന്നെപ്പോലെ തന്നെ ഫീൽ ചെയ്തുകൊണ്ട് എനിക്ക് ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയോണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. അത് കാരണം നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കേ. അപ്പോൾ നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ എത്രത്തോളം ഹാപ്പി ആവുമെന്ന് തോന്നുന്നു.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ നമ്മളെ സ്വന്തം ലൈഫ് സ്നേഹിക്കാൻ തുടങ്ങി, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് വേണ്ടി ജീവിക്കാനും തുടങ്ങും. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറേ അനവധി കാര്യങ്ങൾ ഇല്ലാതെയാകും. നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.